ഇന്ന് രാത്രി 23, 24, 25 തീയതികളിൽ MC റോഡ്, കാലടി, ശങ്കരാപാലം അറ്റകുറ്റപ്പണികൾക്കായിട്ട് പൊതുമരാമത്ത് വകുപ്പ് PWD ഇന്ന് അടയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു കത്ത് പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരേണ്ട വഴികളും കാര്യങ്ങളും കാണിച്ചിട്ട് അദ്ദേഹം ഒരു ഇത് നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പം ഇതിൽ ഈ വല്ലങ്കടവ് കൂടിയിട്ട് അവർ പറയുന്നത് പാറക്കടവ് ശ്രീമൂലപുരം വഴി അങ്ങനെ എയർപോർട്ടിലോട്ട് പോകുന്നൊരു വഴി അവർ പറയുന്നുണ്ട്. അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ വല്ലങ്കടവിൽ വന്നിട്ട് പുതിയൊരു പാലം, വല്ലങ്കടവ് പാലം കൂടി കാഞ്ഞൂര് വന്ന് കാഞ്ഞൂരിൽ നിന്ന് നമ്മുടെ ചെങ്കൽ പാലത്തിന് മുമ്പ് ലെഫ്റ്റ് എടുത്ത് എയർപോർട്ടിലോട്ട് പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം അതൊന്നും അവർ മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു അവരത് വിട്ടുപോയിട്ടുള്ളതാണോ എന്നറിയില്ല. പിന്നെ ഈ ചുറ്റി വളഞ്ഞ് പോകേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരു പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഈ MC റോഡിൽ ഡൈവേർഷൻ സൈൻ ബോർഡ്സ് ഇല്ല. ഈ എവിടേക്ക് തിരിയണം, എങ്ങനെ തിരിയണം എന്നൊന്നും ഈ ഗൂഗിൾ മാപ്പിൽ പോലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു സൈൻ ബോർഡ്സ് ഈ പറയുന്ന വല്ലങ്കടവിലും അതുപോലെ മറ്റൂര് ജംഗ്ഷനിലുള്ള ചെമ്പിശ്ശേരി കൂടിയിട്ട് കോടനാട് പാലം കൂടി പോകുന്നതിനൊക്കെ ഉള്ളൊരു സൈൻ ബോർഡ്സ് മെയിൻ പ്രധാനമായിട്ടും ഈ അറ്റകുറ്റപ്പണികൾ നടന്നിട്ട് അതൊരു വലിയൊരു കാര്യം തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സൈൻ ബോർഡ്സ്, ഈ സ്ഥലങ്ങൾ എവിടേക്കാണ് തിരിയേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത് എന്നുള്ളൊരു പ്രോപ്പറായിട്ടുള്ളൊരു സൈൻ ബോർഡ് PWDയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാഫിക് പോലീസ് ഇവരൊക്കെയാണ് അത് ചെയ്യേണ്ടത്. കാരണം അതൊരു അടിയന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ജനങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം. കാരണം എന്തായാലും ഈ MC റോഡ് കൂടുതലും ഈ കോട്ടയം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ കൂടി വരുന്നവർ എന്തായാലും എയർപോർട്ട് ഭാഗത്തേക്ക് വരാനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ആ വാഹനങ്ങൾ കടന്നു പോകാനായിട്ട് ഇവർക്ക് പല വഴി അറിയില്ല. പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ MC റോഡ് ഇങ്ങനെ വല്ലങ്കടവ് പോയി ഇങ്ങനെ പോകുന്നതിൻ്റെ പറയുന്നതിലും കുറച്ചുകൂടി പ്രോപ്പറായിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളിൽ എത്രയും അടിയന്തരമായിട്ട് നല്ലൊരു പ്രോപ്പർ സൈൻ ബോർഡ്സ് ആണ് വെക്കേണ്ടത്. അത് കൊണ്ടുവരികയാണെങ്കിൽ കുറേ ജനങ്ങൾക്ക് അതൊരു ആശ്വാസമാണ്. അതുപോലെ തന്നെ കാലടിയിൽ ഇപ്പോൾ ശക്തമായിട്ട് ട്രാഫിക്കിൻ്റെ ഏറ്റവും ബ്ലോക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നും രാവിലെയും കൂടിയാണ്. അപ്പോൾ അത് നിയന്ത്രിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ മോശമായിട്ട് പറയുന്നതല്ല, കാലടി പോലീസോ അല്ലെങ്കിൽ അവരൊന്നും പ്രോപ്പറായിട്ടൊന്നും ഇല്ല. കാരണം ഈ മറ്റൂര് ജംഗ്ഷനിൽ നിൽക്കുന്നതൊന്നും ഒരു കാര്യമായിട്ടുള്ള ഒരു ട്രാഫിക്കിലേക്ക് നിൽക്കുന്നവരൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു ആക്ഷേപണം. കാരണം അത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ കാലടി മറ്റൂര് ജംഗ്ഷനിൽ ഒരു പോലീസുകാരനുണ്ട്, ഒരു ഐറ്റക്കുറ. പുള്ളി നല്ല രീതിയിൽ ഒരു ഹോം ഗാർഡാണ്. ആൾ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ട്. ആളാൽ പറ്റുന്ന രീതിയിൽ തന്നെ ആൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ശക്തമായിട്ട് ഈ ഒരു അടിയന്തരമായിട്ടൊരു പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. കാരണം നല്ല രൂക്ഷമായിട്ടുള്ള ഒരു ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ ഈ പോലീസുകാരുടെ ഒന്നും ഒരു ഇടപെടലൊന്നും അവിടെ അധികമായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് പോലീസുകാരായാലും ശക്തമായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പ്രോപ്പറായിട്ട് പൊതുമരാമത്ത് വകുപ്പ് ചെയ്യേണ്ട ഒരു അടിയന്തരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു പ്രോപ്പർ സൈൻ ബോർഡ്സ്. ഈ ഒരു മറ്റൂര് ചെമ്പിശ്ശേരി റോഡിലോട്ട് പോകുന്നതിനും തിരിയണതിനും അവിടെ ഒരു നല്ലൊരു സൈൻ ബോർഡ്. ഇതൊന്നും ഗൂഗിളിൽ ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല, കിട്ടുന്നതല്ല. അപ്പോൾ അതൊന്ന് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറേ ജനങ്ങൾക്ക് അതൊരു നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്.